ജെസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 12, ഈ മാസത്തെ രണ്ടാമത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് ഇന്നുള്ളത്. ഓരോ മാസവും 3 പ്രാവശ്യം വീതം ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കുന്നുണ്ട്. അങ്ങനെ വർഷം മുഴുവൻ, അതായത് 12 മാസവും ഓരോ മാസം 3 പ്രാവശ്യം വെച്ച് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാം. വരൂ, നമുക്ക് വിളവെടുപ്പിലേക്ക് പോകാം. ഏപ്രിൽ മാസം മൊട്ടിട്ട് തുടങ്ങി മെയ് മുതൽ ഒക്ടോബർ മാസം പകുതി വരെയാണ് സാധാരണയായി ഡ്രാഗൺ പഴത്തിൻ്റെ സീസൺ. എന്നാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പും അതോടൊപ്പം അവയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗ രീതികൾ ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ജെസിസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. ചില രാജ്യങ്ങളിൽ രാത്രികാലം മുഴുവനും ഡ്രാഗൺ തോട്ടങ്ങളിൽ ലൈറ്റിട്ടും പകൽ സമയം സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്തും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് ദൈർഘ്യം കൂട്ടാറുണ്ട്, കാലാവധി കൂട്ടാറുണ്ട്. എന്നാൽ ഭാരിച്ച ചെലവ് വരുന്ന ഈ രീതി ഉപേക്ഷിച്ച് യാതൊരു കൃത്രിമ അന്തരീക്ഷവും സൃഷ്ടിക്കാതെ വെറും ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ വിജയം നേടിയത്. ഇത് നിങ്ങൾക്കേവർക്കും പ്രയോഗിക്കാവുന്നതേയുള്ളൂ. ജൈവ രീതിയിൽ കൃഷി ചെയ്ത തണ്ടുകൾ വേണം നടാൻ ഉപയോഗിക്കേണ്ടത്. ഈ തണ്ടുകൾ നടുന്നതോടൊപ്പം തന്നെ നമുക്ക് അവ തണ്ട് മുളപ്പിക്കുന്ന സമയത്ത് നല്ല ജൈവ വളങ്ങൾ, അതായത് കമ്പോസ്റ്റ് വളങ്ങളും സ്ലറികളുമൊക്കെ കൊടുത്തു വേണം തണ്ടുകൾ വേര് പിടിപ്പിച്ചെടുക്കാൻ. നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഏറ്റവും നല്ല രീതിയിൽ പിടിക്കുന്നതും തൈ നട്ട് കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ പഴം കിട്ടുന്നതുമായ ഒരു വരുത്തൻ പഴമാണിവ. കേരളത്തിൽ ഡ്രാഗൺ പഴം പിടിക്കുമോ എന്ന സംശയമേ വേണ്ട. ഇന്ത്യയിലുടനീളം മിക്ക സ്റ്റേറ്റുകളിലും ഇവയുടെ തണ്ടുകൾ ഞാൻ നൽകിയിട്ടുണ്ട്. അവ നന്നായി പിടിക്കുന്നുമുണ്ട്. മറ്റു വിളവുകളെപ്പോലെ കീടാക്രമണം, പന്നി, വവ്വാൽ തുടങ്ങിയവയുടെ ഒന്നും ശല്യം നമ്മുടെ ഡ്രാഗൺ കൃഷിയിടങ്ങളിൽ ഇല്ല. ഓഫ് സീസണിൽ ലഭിക്കുന്ന പഴങ്ങൾക്ക് സ്വാദ്, അതായത് വേനൽക്കാലം ആയതുകൊണ്ട് സ്വാദ് കൂടുതലാണ്. അതുപോലെ തന്നെ വിലയും കൂടുതലാണ്. പഴത്തിൻ്റെ എണ്ണവും വലിപ്പവും കൂടുതലുള്ളതും അതുപോലെ തന്നെ ചെടിക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതുമായ മലേഷ്യൻ റോയൽ റെഡ് വിഭാഗത്തിലുള്ള തൈകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. മലേഷ്യൻ റോയൽ റെഡ് വിഭാഗത്തിലുള്ള തണ്ടുകൾക്കും പഴങ്ങൾക്കുമാണ് ഇന്ന് വിപണിയിൽ നല്ല ഡിമാൻഡുള്ളത്. ഈ മൊട്ടുകളെല്ലാം തന്നെ ഏപ്രിൽ മാസം 2ാം വാരത്തേക്കുള്ള പഴങ്ങളാണ്. കഴിഞ്ഞ വർഷം കൃഷി ചെയ്യാൻ ഭൂമിയില്ലാത്തവർക്ക് മണ്ണില്ലാതെ തന്നെ എങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് നടാം എന്നൊരു കൃഷി രീതി ഞാൻ വികസിപ്പിച്ചിരുന്നു. ഇത് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ മണ്ണില്ലാതെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ക്യാൻസർ, കൊളസ്ട്രോൾ, BP ഇവയ്ക്കൊക്കെ ഒരു നേരിയ കുറവ് നൽകുന്ന ഒരു പഴമാണ് ഡ്രാഗൺ പഴം. അത് 6 മാസം ലഭിക്കുന്നത് കൊണ്ട് ആശ്വാസമാകുന്നില്ല. അതുകൊണ്ടാണ് ഈ വർഷം ഞാൻ ഇങ്ങനെ ഒരു രീതി അവലംബിച്ചത്. 12 മാസവും ഡ്രാഗൺ പഴം പിടിപ്പിച്ചെടുക്കുക, അതിൽ വിജയമാണ്. ഈ വേനൽക്കാലത്ത് പോലും പഴത്തിന് 700-750 ഗ്രാം വീതം വലിപ്പമുണ്ട്. 950 ഗ്രാം വരെ വലിപ്പമുള്ള മലേഷ്യൻ റോയൽ റെഡിൻ്റെ പഴം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു 750 ഗ്രാം വരും തൂക്കം.
ഗുണങ്ങളോടൊപ്പം ഔഷധ ഗുണങ്ങളുമുള്ള ഈ പഴം വർഷം മുഴുവനും നിങ്ങളും പിടിപ്പിക്കുമല്ലോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.